ഒരു നിമിഷം നിൽക്കൂ. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ജീവിത സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം. കീബോർഡ്, വയലിൻ, ഗിറ്റാർ എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടും. പ്രായം ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 75 10 520 887. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 860 630 74 51. അപ്പോൾ വിളിക്കുമല്ലോ വിശദ വിവരങ്ങൾക്ക്. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം തിരുമത്തൂർ സുരേഷ് സരിക. ഇന്ന് നമ്മൾ ഇന്നലെ പഠിച്ച സായുജ്യം എന്ന സിനിമയിലെ കാലിത്തൊഴുത്തിൽ പിറന്നവനെ എന്ന ഗാനത്തിൻ്റെ മൂന്നാം ഭാഗവുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുവാൻ പോകുന്നത്. നമുക്ക് നോക്കാം. കനിവിൻ കടലേ, അറിവിൻ പൊരുളേ, ചൊരിയൂ ചൊരിയൂ അനുഗ്രഹങ്ങൾ. ഗസ ഗഗസ സ സ സ ഗഗസ സ സ സ. കനിവിൻ കടലേ, അറിവിൻ പൊരുളേ, ചൊരിയൂ 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 ചൊരിയൂ. നമുക്കിതിന്റെ സ്വരങ്ങൾ നോക്കാം. ഗഗസ ഗഗസ സ സ സ. പിന്നെ ഒന്ന് ഗദ മാ മ മ മ. നിങ്ങൾ കാണിക്കാം. ഗഗസ സ സ സ ഗദ മാ മ മ മ. ഗമ പ മ പ ധ. ഗമ പ മ പ ധ പദ പദ പ മ ഗ പദ 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 പ മ പ പദ പദ പ മ പ. ഗഗ സ സ സ സ ഗദ മ മ മ മ. ഗമ പ മ പ ധ പദ പദ പ മ പ. പാനീനി കർത്താവേ നിൻ മുൻപിൽ പാനീനി പാനീനി നിസസാസദ ദഭ 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 രേ സ നി രേ മ ഗ രി ഗ രി സ. ഇനിയും അതിന്റെ സാഹിത്യം ഒന്ന് ഞാൻ നോട്ട് ഒന്നുകൂടെ പറഞ്ഞുതരേ. ഗഗ സ സ സ സ കനിവിൻ കടലേ, ഗദ മ മ മ മ. അറിവിൻ പൊരുളേ, ചൊരിയൂ ഗമ പ. ചൊരിയൂ അതോടെ സംഗതിയാണ്. ചൊരിയൂ ചൊരിയൂ
അനുഗ്രഹങ്ങൾ. അവിടെ ഒരു ഗമം കൊടുക്കാം. പദ 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 അത് കഴിഞ്ഞിട്ട് പാനീനി ചെറിയാണേ. പാനീനി സദ വലിയ സ പാനീനി സദ കർത്താവേ നിൻ മുൻപിൽ നിൽപ്പൂ നിൽപ്പൂ ഞങ്ങൾ. അത് ഗമകത്തോടെ വായിക്കണം. പിന്നെ ഹല്ലേലൂയ പിന്നെ ഹല്ലേലൂയാന്ന് അങ്ങനെ വേണേലും വായിക്കാം. അങ്ങനെ ഗമകം ഇല്ലാതെയും വായിക്കാം. ഈ ഗമകം കൊടുക്കുന്നത് നമ്മുടെ ഒരു യുക്തിയാണ്. അതൊക്കെ യുക്തിയാണ്. അപ്പം നമ്മുടെ ഫിംഗർ ശരിക്കും ഫ്ലെക്സിബിൾ ആണെങ്കിൽ മാത്രമേ അങ്ങനെ ഗമകം വീഴത്തുള്ളൂ, അല്ലെങ്കിൽ വീഴത്തില്ല. അതുകൊണ്ടൊക്കെയാണ് സംഗീതം ശാസ്ത്രീയമായിട്ട് പഠിക്കണമെന്ന് പറയുന്നത്. സംഗീതം ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. നിങ്ങളുടെ സൗകര്യാർത്ഥം ഞാൻ ക്ലാസ് എടുത്തു തരാം. ജോലിയൊക്കെ ഉള്ളവരാണേലും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സൗകര്യം. രാവിലെ നമ്മുടെ ക്ലാസ് ഇവിടെ 6 മണിക്ക് ആരംഭിക്കും. രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന ക്ലാസ് രാത്രിയിലൊരു ചില ദിവസം 11:30 വരെ കാണും, ചില ദിവസം 12 മണി അല്ലെങ്കിൽ 1 മണി വരെയൊക്കെ ചില ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്തു തരാം. സംഗീതം പിന്നെ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരും അതിന് സാഹചര്യമുള്ളവരുമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും വയലിനായാലും ഗിറ്റാറായാലും കീബോർഡായാലും അതുപോലെ തന്നെ കർണാടക സംഗീതം വോക്കലായിട്ട് വേണമെങ്കിലും പഠിപ്പിച്ചു തരാം. കിട്ടോ? ഇപ്പോൾ നിങ്ങൾ സംഗീതം ഇഷ്ടപ്പെടുന്നവർ ശാസ്ത്രീയമായിട്ട് പഠിക്കണം. ഒരുപാട് ആൾക്കാരുടെ വീടുകളിലൊക്കെ കീബോർഡ് ഇരിപ്പുണ്ട്. അവരിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി ഓരോന്ന് വായിക്കും. പക്ഷെ അങ്ങനല്ല. നിങ്ങൾക്കെപ്പോഴും നിങ്ങളുടേതായ ഒരു എന്താ പറയുന്നത് പൂർണ്ണ സന്തോഷം ഉണ്ടാകുന്നത് ഒരാൾ വായിച്ച പാട്ട് നമ്മൾ അനുകരിച്ച് വായിക്കുമ്പോഴല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന ഒരു പാട്ട് നിങ്ങൾ സ്വയം വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭൂതി, നല്ലൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം. ഞാൻ ശാസ്ത്രീയമായിട്ടൊക്കെ സംഗീതം പഠിച്ചു കഴിഞ്ഞു. എനിക്ക് സ്വന്തമായിട്ട് പാട്ടുകൾ വായിക്കാൻ തുടക്കത്തിൽ അറിയത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഇത്രയൊക്കെ പഠിച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ലല്ലോ. ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു വീണ്ടും ശ്രദ്ധിജ്ഞാനം. അങ്ങനെ ഒരു നട്ടുച്ച സമയത്താണ് എനിക്ക് ശ്രുതിജ്ഞാനം കിട്ടുന്നത്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അതിൻ്റെ ഒരു തോന്നലായിരിക്കുന്നു. അതിനുശേഷം എൻ്റെ അടുത്തിരുന്ന ഒരു അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, അമ്മച്ചി ഒരു പാട്ട് പാടെന്ന് പറഞ്ഞു. പാടി, അതും വായിച്ചു. അത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, വീണ്ടും എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. വീണ്ടും വേറെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അവരെന്ത് പാടിയാലും ഇതെല്ലാം വിരൽത്തുമ്പിൽ ഓട്ടോമാറ്റിക്കലായിട്ട് കിട്ടും. പറഞ്ഞു മനസ്സിലായി? തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ ഒരു ദിവസം അത് കിട്ടും. ശാസ്ത്രീയമായി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിൽ സംഗീതം വരും. കിട്ടുക. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി ഓൺലൈൻ വഴി പഠിച്ചാലൊക്കെ ശരിയാവുമോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ 1-2 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നോക്കും. നിങ്ങൾ മുമ്പ് ഒരു പൈസയും തരണ്ട. ക്ലാസ്സുകൾ കൊള്ളാം എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്താൽ മതി. അന്നേരം നിങ്ങൾ പൈസ അടച്ചാൽ മതി. ഓക്കെ. എത്രയോ പേരിപ്പോൾ നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ് കണ്ടിട്ട് വന്ന് പഠിക്കുന്നത്. പ്രായം പരസ്യത്തിൽ പറയുന്ന പോലെ തന്നെ ഒരു പ്രശ്നമേ അല്ല. നമുക്കൊരു താല്പര്യം വേണം, അതാണ് അതിപ്രധാനം. പിന്നെ സമയവും. ശരി, നമുക്കൊന്നുകൂടെ നോക്കാം. കനിവിൻ കടലേ അറിവിൻ പൊരുളേ ചൊരിയൂ ചൊരിയൂ അനുഗ്രഹങ്ങൾ. കനിവിൻ കടലേ അറിവിൻ പൊരുളേ ചൊരിയൂ ചൊരിയൂ അനുഗ്രഹങ്ങൾ. കർത്താവേ നിൻ മുൻപിൽ കർത്താവേ നിൻ മുൻപിൽ നിൽപ്പൂ ഞങ്ങൾ. ഹല്ലേലൂയ
കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കരളിലെ ചോരയായി പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ. ഇനി നമുക്കിതിൻ്റെ ചരണത്തിലേക്ക് പോവാം. നമ്മളിതിൻ്റെ ചരണം പഠിക്കുമ്പോൾ പിന്നെ ഈ നമ്മൾ അനുവല്ലയിൽ വായിച്ച നോട്ട് തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ലിറിക്സിൽ വ്യത്യാസം വരും, പക്ഷേ ട്യൂണൊക്കെ അതുപോലെ തന്നെ. നോക്കാം. ഉലകിന്നുയിരായി ആദ്യം വായിച്ച നോട്ട് തന്നെ വായിച്ചാൽ മതി. ഉലകിന്നുയിരായി മനസ്സിൽ മധുവായി, ഉലകിന്നുയിരായി മനസ്സിൽ മധുവായി. വായിക്കുക. തെളിയൂ ഉണരൂ 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 മണിവിളക്കേ. ഇങ്ങോട്ട് വായിക്കാം. ഉലകിൻ ഉയരാ മനസ്സിൽ മധുവായി, ഉണരൂ ഉണരൂ മണിവിളക്കേ. കർത്താവേ കനിയൂ നീ യേശുനാഥാ, ഹല്ലേലൂയാ ഹല്ലേലൂയാ. കർത്താവേ കനിയൂ നീ യേശുനാഥാ, ഹല്ലേലൂയാ ഹല്ലേലൂയാ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. അവിടെ വേണമെങ്കിൽ ഒരു ഗമം കൊടുത്ത് വായിക്കാം. ഞാൻ പ്ലെയിനായിട്ട് അവിടെ ആദ്യത്തെ ഇതിൽ വെച്ചിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. അങ്ങനെ വായിച്ചാൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ, കർത്താവേ കനിയൂ നീ യേശു, ഹല്ലേലൂയാ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. നല്ലൊരു സിനിമാ ഗാനമാണ്, എങ്കിലും അതിലൊരു പ്രാർത്ഥനയുണ്ട്. നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ സ്നേഹപൂർവ്വം നിങ്ങളുടെ ഇരമത്തൂർ സുരേഷ്.